ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലക്ഷദ്വീപ് എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ചാണ്. ഇതൊരു പക്ഷേ ലക്ഷദ്വീപുകാർക്ക് പോലും അറിയാത്തൊരു ചരിത്രം തന്നെ ആയിരിക്കാം. ലക്ഷദ്വീപ് ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരമായ കേരളത്തിന്റെയും കർണാടകയുടെയും അറേബ്യൻ കടലിന് അടുത്താണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ആദ്യം ടെക്നോപ്ലേറ്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കണം. അത് മാത്രമല്ല സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാങ്കിയ എന്ന മഹാഭൂഖണ്ഡത്തിന്റെ പിളർപ്പ്, അതായത് ഇന്ത്യൻ ഭൂഭൂഖണ്ഡം ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ആഫ്രിക്കയും വിഘടിച്ച് വടക്കൻ മേഖലയിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ആ സമയത്ത് ഇവിടെ റീയൂണിയൻ ഹോസ്പോട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അതിന് മുകളിലൂടെയാണ് ഇന്ത്യൻ ഭൂഭൂഖണ്ഡം സഞ്ചരിച്ചത്. അതിന് മുകളിലൂടെ ഉണ്ടായ സഞ്ചാരത്തിന് ശേഷം ഹോസ്പോട്ടിൽ നിന്നും മാഗ്മ പുറപ്പെടുവിപ്പിച്ചു. മാഗ്മ പിന്നീട് അഗ്നിപർവ്വത സ്ഫോടനമായി കടൽത്തിരയിലേക്ക് എത്തി. ഇതിന്റെ ഫലമായാണ് ഇന്ത്യയിൽ പടിഞ്ഞാറ് ഡെക്കാൻ ട്രാപ്പ് പോലും രൂപപ്പെട്ടത്. തുടർച്ചയായി ഇന്ത്യൻ ഭൂഭൂഖണ്ഡം വടക്കോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിന്റെ ഫലമായി അഗ്നിപർവ്വത സ്ഫോടനം തുടർച്ചയായി അവിടെ വന്നു. അങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനിടയിൽ വലിയ പർവ്വതങ്ങൾ വന്നത്. നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ 3D വിഷ്വൽ നമുക്ക് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും, വലിയ പർവ്വതനിരകൾ തന്നെ അതിനിടയിലുണ്ട്. ആ അഗ്നിപർവ്വതങ്ങളിൽ ചിലത് സമുദ്രനിരപ്പിന് ഒരേ ലെവലിൽ തന്നെ പൊങ്ങി വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ലക്ഷദ്വീപ്, മാലദ്വീപ് തുടങ്ങിയ ദ്വീപ് സമൂഹം തന്നെ ഉണ്ടായത്. ഇവയെല്ലാം റീയൂണിയൻ ഹോട്ട്സ്പോട്ടിന്റെ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. റീയൂണിയൻ ഹോട്ട്സ്പോട്ടിന്റെ ആ മാഗ്മ പുറപ്പെടുപ്പിക്കുന്ന വഴിയാണ് ഇവിടെ എല്ലാം എന്തായത്, ഈ ദ്വീപ് തന്നെ ഉണ്ടായത്. ഇവിടെ താഴത്തെ മാനിൽ നിന്നും മാഗ്മ മുകളിലേക്ക് ഉയരുന്നു. ആസ്ട്രോഫിയറിൽ ഒരു പ്ലം രൂപപ്പെടുന്നു. ഒരു മാഗ്മ ഭൂഘട്ടത്തിന്റെ പ്ലേറ്റിനേക്കാൾ സാന്ദ്രത കൂടിയതിനാൽ മുഴുവനായ മുകളിലേക്ക് വരില്ല. എന്നാൽ ചെറിയ ഭാഗങ്ങൾ ഭൂമിയുടെ വിള്ളലുകളിലൂടെ പുറത്തെത്തി അഗ്നിപർവ്വതങ്ങൾ സൃഷ്ടിക്കുന്നു. പ്ലേറ്റ് ഒരു ദിശയിൽ നീങ്ങുന്നതിനാൽ ഹെറ്ററോസ്ട്രോഫിയയുടെ മുകളിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ തുടർച്ചയായി പുതിയ അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെടുന്നു. പഴയ പർവ്വതങ്ങൾ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും മാറുമ്പോൾ അവ പ്രവർത്തനരഹിതമാകുന്നു. ഇങ്ങനെയാണ് ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും അഗ്നിപർവ്വത ദ്വീപുകൾ നിരകൾ സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനടിയിൽ ഇതിന്റെ 3D വിഷ്വൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സമുദ്രത്തിനടിയിൽ വലിയ അഗ്നിപർവ്വതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പർവ്വതനിരയെ റീയൂണിഫൈൻ ഹോട്ട്സ്പോട്ടുകൾസ് വഴിയാണ് സൃഷ്ടിച്ചത്. ഈ പർവ്വതനിരകൾ റീയൂണിയൻ ഹോട്ട്സ്പോട്ടുകളാണ് സൃഷ്ടിച്ചത്. ഈ പർവ്വതങ്ങൾ ചിലത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ദ്വീപായി മാറുന്നു. അങ്ങനെ മാലദ്വീപ്, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപ് സമൂഹങ്ങൾ ഉണ്ടായത്. അതിവിടെ മാത്രമല്ല, പസഫിക് ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ഹവായ ദ്വീപും അതിന് വലിയൊരു ഉദാഹരണം കൂടിയാണ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിൽ നമുക്ക് അഗ്നിപർവ്വത മലനിരകൾ അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കാത്തത്, കൂടുതലും പവിഴ ദ്വീപുകളായി തോന്നുന്നത്? അതിനു പിന്നിലും ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയാം. അതിനു പിന്നിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ആദ്യം അഗ്നിപർവ്വതം രൂപപ്പെടുന്നു. അതിനു പിന്നിൽ പവിഴപ്പുറ്റുകൾ വളരുന്നു. ആദ്യം അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെട്ടു. അതിൻ്റെ ചുറ്റും പവിഴപ്പുറ്റുകൾ വളരാൻ തുടങ്ങി. കാലക്രമേണ ഈ പവിഴപ്പുറ്റുകൾ ഫ്രിഞ്ച് റീച്ചായി മാറി. പിന്നീട് ഇവ ബാരിയർ റീഫായി വികസിച്ചു. അതേസമയം അഗ്നിപർവ്വതം പതുക്കെ താഴേക്ക് താഴുകയും ചെയ്തു. പവിഴപ്പുറ്റുകൾ ജീവനോടെ തുടരാൻ മുകളിലേക്ക് വളർന്നു. അവസാനം പർവ്വതം പൂർണ്ണമായി കടലിനടിയിലായി. ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പവിഴപ്പുറ്റുകൾ മാത്രം ബാക്കിയായി. ഇതിനെയാണ് അറ്റോൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തം. ഇതിലും ആദ്യം അഗ്നിപർവ്വതം രൂപപ്പെട്ട അതിനു ചുറ്റും പവിഴപ്പുറ്റുകൾ വളർന്നു. പിന്നീട് ഭൂമിയിലെ മാറ്റങ്ങൾ മൂലം സമുദ്രനിരപ്പിന് ഉയരാൻ തുടങ്ങി. പല പവിഴപ്പുറ്റുകൾ ജീവനോടെ തുടരാൻ മുകളിലേക്ക് വളർന്നു. എന്നാൽ അഗ്നിപർവ്വത ദ്വീപ് കടലിനടിയിലേക്ക് മറിഞ്ഞു. അവസാനം വൃത്താകൃതിയിലുള്ള പവിഴപ്പുറ്റുകൾ മാത്രം ബാക്കിയായി. ഇതാണ് അറ്റോൾ. അതിനാൽ ഇന്നത്തെ ലക്ഷദ്വീപിന്റെ യഥാർത്ഥ പുരാതന അഗ്നിപർവ്വതങ്ങൾ മുകളിൽ രൂപപ്പെട്ട പവിഴപ്പുറ്റുകളാണ്. എന്നാൽ ഇന്നത്തെ ലക്ഷദ്വീപുകൾക്ക് യഥാർത്ഥത്തിൽ പുരാതന അഗ്നിപർവ്വതങ്ങളുടെ മുകളിൽ രൂപപ്പെട്ട പവിഴപ്പുറ്റുകളാണ്. ആദ്യം അഗ്നിപർവ്വത ദ്വീപുകൾ രൂപപ്പെട്ടു, പിന്നീട് കാലക്രമേണ അവ കടലിനടിയിലേക്ക് താഴുന്നു. അതിന് മുകളിൽ വളർന്ന പവിഴപ്പുറ്റുകൾ ഇന്ന് നമ്മൾ കാണുന്ന മനോഹരമായ ലക്ഷദ്വീപായി മാറി. ഇതോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.